ഹലോ മൈ ഡിയർ ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് നിങ്ങളുടെ വ്യക്തിയുടെയും കറണ്ട് എനർജിയാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് പോസിറ്റീവായിട്ടിരിക്കുക. ഈ ഒരു സമയത്ത് നിങ്ങളുടെ വ്യക്തിയെ മനസ്സിൽ കൊണ്ടുവരാം. ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഇതൊരു ജനറൽ റീഡിംഗ് ആണ്, ജെൻഡർലെസ് ആണ്, ടൈംലെസ് വീഡിയോ ആണ്. ഇതെപ്പോൾ കണ്ടാലും നിങ്ങൾക്ക് റെസനേറ്റ് ആവുന്നതാണ്. നിങ്ങളുടെ സിറ്റുവേഷനായിട്ട് കണക്റ്റ് ആവുന്ന കാര്യം മാത്രം എടുത്ത് ബാക്കിയുള്ളതൊക്കെ വിട്ടേക്കാം. ഈ ഒരു സമയത്ത് നിങ്ങളുടെ വ്യക്തിയുടെ പേര് മനസ്സിൽ പറയുക, പോസിറ്റീവായിട്ടിരിക്കുക. അപ്പോൾ നമുക്ക് നോക്കാം. ഓവറോൾ എനർജിയിൽ താഴെ വീണതാണ്. ദി ഹെയർ ഓഫ് എൻ്റെ എനർജിയാണ് നമുക്ക് ആദ്യം നിങ്ങളുടെ വ്യക്തിയുടെ കിട്ടിയത് കേട്ടോ. എംബ്രറാണ് വന്നിരിക്കുന്നത്. കിങ് ഓഫ് കപ്സ് ആണ് വന്നിരിക്കുന്നത്. 5 ഓഫ് ഷോട്ട്സിൻ്റെ എനർജിയാണ്. ഫൈവ് ഓഫ് പെൻഡിക്കിൾസ്, നൈറ്റ് ഓഫ് വാൺസിൻ്റെ എനർജിയാണ് വന്നിരിക്കുന്നത്. ഇനി നിങ്ങളുടെ വ്യക്തിയുടെ എനർജി നമുക്കൊന്ന് നോക്കാം. ഇതാണ് നിങ്ങളുടെ വ്യക്തിയുടെ എനർജി. ഇനി നിങ്ങളുടെ എനർജി കേട്ടോ നോക്കുന്നത്. ത്രീ ഓഫ് വാൺസിൻ്റെ എനർജിയാണ് വന്നിരിക്കുന്നത്. ദി വേൾഡ്, വീൽ ഓഫ് ഫോർച്യൂൺ, 8 ഓഫ് കപ്സ് എനർജിയാണ് വന്നിരിക്കുന്നത്. കിങ് ഓഫ് ഷോട്ട്സിൻ്റെ എനർജിയാണ്. ഹാങ്ഡ് മാൻ എനർജിയാണ്. കിങ് ഓഫ് പെൻഡിക്കിൾസിൻ്റെ എനർജിയാണ് വന്നിരിക്കുന്നത്. മാസ്റ്റർ കാർഡായിട്ട് വന്നിരിക്കുന്നത് 10 ഓഫ് വാൺസിൻ്റെ എനർജിയാണ്. ഇതാണ് നിങ്ങളുടെ എനർജി. ഇവിടെ നമുക്ക് മനസ്സിലാവുന്ന കാര്യം എന്താണെന്ന് വെച്ചാൽ, ഈ ഒരു വ്യക്തിയിൽ ഇപ്പോൾ ഒരുപാട് മാറ്റം ഈ ഒരു വ്യക്തിക്ക് വന്നതായിട്ടാണ് കാണുന്നത്. ഒരുപാട് മാറ്റം വന്നതെന്ന് ഉദ്ദേശിക്കുന്നത്, ആദ്യമൊക്കെ ഇവർ ഭയങ്കര പിടിവാശി കൂടുതലായിട്ട് കാണുന്നുണ്ട്. നല്ല പിടിവാശിയിലാണ് നിങ്ങളുടെ വ്യക്തി ഉള്ളത്. ഒരു ഈഗോ ഉള്ള വ്യക്തിയാണ്. ചില നേരത്ത് നിങ്ങളുടെ അടുത്ത് വലിയ രീതിയിൽ കുറേ കാര്യങ്ങൾ മറച്ചു വയ്ക്കുന്നുണ്ടാവാം. നിങ്ങളുടെ അടുത്ത് സ്നേഹം ഉണ്ടെങ്കിലും ശരി, അവർ അതൊന്നും കാണിക്കുന്നുണ്ടാവില്ല. ചില നേരത്ത് പറയുകയാണെങ്കിൽ നിങ്ങൾ ശരിക്കും പറഞ്ഞാൽ ഈ വ്യക്തി എംബ്രറാണ്, എംബ്രർ എനർജിയാണ്. അപ്പോൾ അതുപോലെ ഒരു എല്ലാം എന്നുവെച്ചാൽ എല്ലാത്തിനും ഒരു തരം എല്ലാം അറിയാമെന്നുള്ളൊരു ഭാവം കൂടുതലും ഈ വ്യക്തിക്ക് ഉണ്ടാവും. ഏത് കാര്യത്തിന്, എന്ത് കാര്യത്തിനായാലും ആൾക്കെല്ലാം അറിയാം. നിങ്ങൾ പറയുന്നതിനേക്കാളും ശരി ആൾ പറയുന്നതാണ് ശരി. ശരിക്കും അങ്ങനെ ഒരു ക്യാരക്ടർ ആളുടെ. പിന്നെ കുറേ കാര്യങ്ങൾ നിങ്ങളടുത്ത് മറച്ചു വെക്കും. എന്തെങ്കിലും തർക്കുത്തരങ്ങൾ പറയാം. ആൾ എന്തെങ്കിലും ചില സാഹചര്യത്തിൽ പറയുകയാണെങ്കിൽ നിങ്ങളെ പരിഹസിക്കുന്നുണ്ടാവും ഇടയ്ക്കെല്ലാം. അങ്ങനെയൊക്കെയുള്ള ഒരു സ്വഭാവ രീതികൾ അത് നിങ്ങൾക്ക് ഇഷ്ടപ്പെടണമെന്നില്ല. പക്ഷെ നിങ്ങൾ ചില സാഹചര്യത്തിൽ നമുക്കിവിടെ കാണുന്നുണ്ട്, നിങ്ങൾ കുറേ ക്ഷമിച്ചിട്ടുണ്ട്, കുറേ താഴ്ന്നു കൊടുത്തിട്ടുണ്ട് നിങ്ങൾ. ശരിക്കും ഈ വ്യക്തി നിങ്ങളുടെ ലൈഫിലേക്ക് വന്നതിന് ശേഷം ശരിക്കും ജീവിതത്തിൽ ഒരുപാട് നിങ്ങൾ അനുഭവിച്ചതായിട്ട് കാണുന്നുണ്ട്. പക്ഷേ രണ്ടുപേരും വഴക്കുണ്ടാക്കാൻ, രണ്ടുപേരും ഈഗുള്ള കൂട്ടത്തിലാണ്. കാരണം നിങ്ങൾ ഒട്ടും താഴ്ന്നു കൊടുക്കുന്നില്ല. ഒരുപാട് ക്ഷമിച്ചു കൊടുത്തിട്ടുണ്ടെങ്കിലും ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ പറയുകയാണെങ്കിൽ ഇപ്പോൾ ഒട്ടും താഴ്ന്നു കൊടുക്കാൻ ഉദ്ദേശമില്ല നിങ്ങൾക്ക്. അതാണ് നിങ്ങളുടെ എനർജിയിൽ. ഒരുപാട് നിങ്ങൾ ഈ വ്യക്തിക്ക് വേണ്ടി താഴ്ന്നു കൊടുത്തിട്ടുണ്ട്. ആൾ ഭയങ്കര പിടിവാശി കൂടുതലാണ്. കാരണം അത് കുറേ കാര്യങ്ങൾ ഇയാൾ നിങ്ങളിൽ നിന്ന് മറച്ചു വെക്കുന്നുണ്ട്. അത് നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ട് മറച്ചു വെക്കുന്നത്. അതിൻ്റെ ചൊല്ലിയായിരിക്കാം നിങ്ങൾ പരസ്പരം വഴക്കിടുന്നുണ്ട്. അതെന്താണെന്ന് നിങ്ങൾക്ക് അറിയണമെന്നുള്ള ഭയങ്കര ഇതാണ്. പക്ഷേ ഈ ഒരു വ്യക്തി നിങ്ങളുടെ ലൈഫിൽ ഇവിടെ മനസ്സിലാവുന്നുണ്ട്, നിങ്ങളുടെ ലോകമെന്ന് പറയുന്നത് തന്നെ ഈ വ്യക്തിയാണ്. ഇവർക്ക് എന്തൊക്കെ കുറവുകൾ ഉണ്ടെങ്കിൽ ശരി, നിങ്ങൾക്ക് ഈ വ്യക്തിയുമായിട്ട് മുന്നോട്ട് പോകണം എന്നുള്ള ഒരു മൈൻഡിൽ തന്നെയാണ് നിങ്ങളുള്ളത്. കാരണം നിങ്ങൾ ഒരുപാട് ചില സമയത്തൊക്കെ പറയുകയാണെങ്കിൽ ഒരുപാട് സ്റ്റക്ക് ആവുന്നുണ്ട്. നിങ്ങൾക്ക് എന്ത് ചെയ്യണമെന്ന് അറിയുന്നില്ല. വഴക്കുണ്ടാകുന്ന സമയത്ത് ചില സാഹചര്യത്തിൽ പറയുകയാണെങ്കിൽ നിങ്ങൾ ഇതിൽ നിന്ന് ഇറങ്ങി പോയേക്കാം എന്ന് വരെ നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ട്. ഈ ഒരു ബന്ധം വേണ്ട, എനിക്കിന്ന് ഇറങ്ങിപ്പോയാൽ മതി
എന്ന് തോന്നിയിട്ടുണ്ട്. നിങ്ങളുടെ കരിയറിലൊക്കെ ഫോക്കസ് കൊടുത്ത് മുന്നോട്ട് പോയാൽ മതി എന്നൊക്കെയുള്ള ഒരു ചിന്താഗതി നിങ്ങൾക്ക് ഉണ്ടാവുന്നുണ്ട്. എന്നിട്ടും നിങ്ങൾക്കത് പറ്റുന്നില്ല. കാരണം അത്രത്തോളം ഭാരം നിങ്ങളുടെ മനസ്സിലുണ്ട്. കാരണം നിങ്ങൾക്ക് ഒന്നും മനസ്സിലാവുന്നില്ല. സ്നേഹം ഉണ്ടോ എന്ന് ചോദിച്ചാൽ സ്നേഹമുണ്ട്, റിലേഷൻഷിപ്പ് ഉണ്ട്, എല്ലാം ഉണ്ട്. മാത്രം നിങ്ങൾക്ക് ഒന്നിനൊരു ക്ലാരിറ്റി ഇല്ലാത്തതുകൊണ്ട് എന്ത് ചെയ്യണമെന്നുള്ള ഒന്നും മനസ്സിലാവാത്തൊരവസ്ഥയാണ് നിങ്ങളുടെ എനർജിയിൽ എനിക്കിവിടെ കാണാൻ സാധിക്കുന്നത്. എന്നാൽ ഇവിടെ നിങ്ങളുടെ വ്യക്തിയാണെങ്കിൽ ഒരുപാട് സ്നേഹമുണ്ട്. വരുന്ന സമയത്ത് ഒത്തിരി സ്നേഹത്തോടെ നിങ്ങളുടെ അരികിലേക്ക് വരും. പക്ഷേ വന്നു കഴിഞ്ഞിട്ട് പിന്നീട് അങ്ങോട്ട് അവർ നമുക്ക് ആ 5 ഓഫ് ഷോട്ട്സിൻ്റെ എനർജിയാണ്. നിങ്ങളിൽ നിന്ന് പതുക്കെ സൈലൻ്റ് ആവുക. സ്നേഹത്തോടെ വരുന്ന സമയത്ത് ആൾ ഭയങ്കര സ്നേഹമായിരിക്കാം. നിങ്ങൾക്ക് തന്നെ അത്ഭുതം വരുന്നുണ്ടാവുക. ഇതുവരെ കണ്ടൊരു വ്യക്തിയേ അല്ല. നിങ്ങൾ പിന്നീട് ആൾ പതുക്കെ നിങ്ങളിൽ നിന്ന് ഒഴിഞ്ഞു മാറുക. പല പല വ്യത്യാസങ്ങൾ ഈ വ്യക്തിക്ക് ഉള്ളതായിട്ട് നിങ്ങൾക്ക് ഫീൽ ചെയ്യും. പക്ഷെ ഒരു ദിവസം പറഞ്ഞ വാക്കല്ലായിരിക്കും പിറ്റേ ദിവസം ആൾ പറയുന്നത്. എന്നുവെച്ചാൽ അതുപോലെയാണ്. അപ്പോൾ നിങ്ങളുടെ അടുത്ത് സ്നേഹത്തോടെയാണ് ആൾ വരുന്നതൊക്കെ. അതിലൊക്കെ നമുക്ക് കാണുന്നുണ്ട്. ഇടയ്ക്ക് ഈ വ്യക്തിക്ക് ഫിനാൻഷ്യൽ ഇഷ്യൂസൊക്കെ ഉള്ളതായിട്ട് കാണുന്നുണ്ട്. ഒരുപാട് കാര്യങ്ങൾ ഈ വ്യക്തി നിങ്ങളുടെ അടുത്ത് മറച്ചു വെക്കുന്ന ഒരു വ്യക്തി തന്നെയാണ്. പക്ഷേ നമുക്കറിയാം ഈ വ്യക്തിക്ക് ഇപ്പോൾ ഒരുപാട് മാറ്റം വന്നിട്ടുണ്ട്. കാരണം ഇവിടെ നിങ്ങളുടെ ഇപ്പോഴത്തെ ഒരു അവസ്ഥ കൊണ്ട് ഇങ്ങനെ ആയിരുന്നു ഈ വ്യക്തിയെങ്കിൽ നമുക്ക് ആദ്യം തന്നെ കിട്ടിയത് ഹെയർ ഓഫ് എൻ്റെ എനർജി, ദി ഫൂൾ എനർജിയാണ്. ആളിപ്പോൾ കുറച്ചൊക്കെ ഒരു ദൈവവിശ്വാസമൊക്കെ ഇപ്പോൾ വന്നതായിട്ടാണ് കാണുന്നത് കേട്ടോ. നിങ്ങളുടെ വ്യക്തിക്ക് കുറച്ചൊക്കെ ഒരു മാറ്റം ആൾക്ക് വന്നിട്ടുണ്ട്. ഇങ്ങനെയാണ് നിങ്ങളുടെ വ്യക്തിയാണെങ്കിൽ കേട്ടോ. ഇവിടെ നിങ്ങളുടെ എനർജി എന്ന് പറയുന്നത് നിങ്ങൾ എത്രത്തോളം സഹി കെട്ടു. ഇപ്പോഴത്തെ ഒരു അവസ്ഥ എന്ന് പറയുന്നത് നിങ്ങൾ ഒന്നും വിട്ടുകൊടുക്കാൻ തയ്യാറല്ലാത്തൊരു അവസ്ഥയിലാണ് നിങ്ങളും ഉള്ളത്. കാരണം നിങ്ങൾക്ക് ക്ലാരിറ്റി കിട്ടണം. നിങ്ങൾക്കും പിടിവാശിയാണ്, നിങ്ങൾക്ക് ദേഷ്യമുണ്ട് നല്ല രീതിയിൽ ഈ വ്യക്തിയെടുത്ത്. അതൊക്കെയാണ് നിങ്ങളുടെ എനർജിയിൽ എനിക്കിവിടെ കാണാൻ സാധിക്കുന്നത്. ഇന്നത്തെ റീഡിങ്ങിൽ അതൊക്കെയാണ് വന്നിരിക്കുന്നത് കേട്ടോ. പക്ഷേ ഈ വ്യക്തിക്ക് ഫിനാൻസ് സംബന്ധമായ പ്രശ്നം ഉള്ളതായിട്ട് കാണുന്നുണ്ട് കേട്ടോ. എന്തൊക്കെയോ ഒരു പ്രശ്നത്തിൽ പെട്ടതായിട്ട് എന്തൊക്കെയോ ആരോഗ്യ പ്രശ്നം ഉള്ളതായിട്ടും കാണുന്നുണ്ട് ആൾക്ക്. പക്ഷേ ആൾ തേർഡ് പാർട്ടി സിറ്റുവേഷൻ ഇതിനകത്തുണ്ട്. ആൾ എന്തൊക്കെയോ കാര്യങ്ങൾ നിങ്ങളെടുത്ത് മറച്ചു വെക്കുന്നുണ്ട് കേട്ടോ. എല്ലാം പറയുന്നില്ല, തുറന്ന് പറയുന്നില്ല. പക്ഷെ ഇപ്പോൾ ചെറിയൊരു ചേഞ്ച് ആൾക്ക് വന്നിട്ടുണ്ട്. അതാണ് മെയിൻ കാണാൻ കാരണം കേട്ടോ. ഇപ്പോൾ ചെറുതായിട്ടെങ്കിലും ഒരു ചേഞ്ച് ആൾക്ക് വന്നതായിട്ട് കാണുന്നുണ്ട് കേട്ടോ. ആളുടെ എനർജിയിലൊക്കെ ഒരു മാറ്റം വന്നിട്ടുണ്ട്. നിങ്ങളോടുള്ള ഒരു സ്നേഹത്തിൻ്റെ അളവൊക്കെ ഇപ്പോൾ കുറച്ച് കൂടിയിട്ടുണ്ട്. ഇതുവരെ തുറന്ന് പ്രകടിപ്പിക്കാത്തൊരു വ്യക്തിയാണെങ്കിൽ ഇപ്പോൾ കുറച്ച് പ്രകടിപ്പിക്കാനൊക്കെ ആൾ ട്രൈ ചെയ്യുന്നുണ്ട്. ആളുടെ പ്രശ്നത്തിലൊക്കെ ആളൊരു മുന്നോട്ട് വെച്ചാൽ നിങ്ങളിലേക്ക് വരാനാണ് ആളുടെ ഒരു ചിന്താഗതി ഇപ്പോഴത്തെ ഒരു അവസ്ഥ വെച്ച്. അതാണ് കാണുന്നത്. നിങ്ങൾ തമ്മിലൊരു കാസ്റ്റ് ഡിഫറൻസ് ഉള്ളവരായിട്ട് കാണുന്നുണ്ട്, ഏജ് ഡിഫറൻസ് ഉള്ളവരായിട്ട് കാണുന്നുണ്ട്, ഫിനാൻഷ്യലി എല്ലാ കാര്യത്തിലും ഡിഫറൻസ് ഉള്ളവരായിരിക്കാം. ചിലപ്പോൾ അതൊക്കെ ഈ വ്യക്തിയും നിങ്ങളും സംബന്ധിച്ച് പറയുകയാണെങ്കിൽ അതൊക്കെ നിങ്ങൾക്കും അങ്ങനെ എന്തൊക്കെയോ തരത്തിൽ, അതായത് ഈ വ്യക്തിയുടെ ഒരു സ്വഭാവം എന്ന് വെച്ചാൽ ഇയാളെക്കാൾ ഒരു പിടി മുന്നിൽ നിങ്ങളെത്തുന്ന സമയത്ത് ആളുടെ സംസാരത്തിൽ നിങ്ങൾക്കത് മനസ്സിലാക്കാൻ പറ്റും. ആൾക്ക് എന്തൊക്കെയോ തരത്തിലൊരു അസൂയ അത് പറയില്ലായിരിക്കും ആൾ. അത് നിങ്ങൾക്ക് അവരോട് സംസാരിക്കുന്ന സമയത്ത് അവർക്ക് മനസ്സിലാവുന്നതാണ്. നിങ്ങൾക്ക് മനസ്സിലാവും അത് ആൾക്ക്. എന്നുവെച്ചാൽ നിങ്ങളൊന്ന് ശ്രദ്ധിച്ചാൽ മതി. നിങ്ങൾ അവരെക്കാളും ഒരു പിടി മുമ്പിലാണെന്ന് അറിയുമ്പോൾ അവർക്ക് എന്തോ ഒരു കാരണം ആൾക്ക് അങ്ങനെയൊന്നും ആവാൻ പറ്റുന്നില്ലല്ലോ. നിങ്ങളെപ്പോലുള്ള എന്തൊക്കെയായാലും ഈ വ്യക്തി അങ്ങനെയാണ്. ഈ വ്യക്തിക്ക് അങ്ങനെയുള്ള കാര്യത്തിലൊക്കെ ഉണ്ട്. അത് നിങ്ങൾ അങ്ങനെയാണോ എങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യണം കേട്ടോ. നിങ്ങളെ വ്യക്തി അങ്ങനെയാണോ എന്ന് വെച്ചാൽ നിങ്ങളൊരു പടി മുമ്പിലാണെങ്കിൽ ഏത് കാര്യത്തിലും. കാരണം അങ്ങനെ ഒരു സ്വഭാവ രീതി ഈ വ്യക്തിക്കുണ്ട്. ചില സാഹചര്യത്തിൽ മിണ്ടാതിരിക്കുക, ആൾ വേറെ എന്തെങ്കിലും ആ സമയത്ത് മാറ്റി പറയുക, ആ ടൈമിൽ അങ്ങനെ നിങ്ങൾ പൊക്കി പറയുന്നൊന്നും ആൾക്ക് അങ്ങനെ ഇഷ്ടപ്പെടണമെന്നൊന്നുമില്ല. എന്നാൽ ആളുടെ കാര്യത്തിലൊക്കെ ആൾക്ക് എന്തും പറയാം. നിങ്ങൾക്ക് എന്തെങ്കിലും പറയുമ്പോഴേക്ക് വലിയ പ്രശ്നമായിട്ടെല്ലാം വരും. അങ്ങനെയുള്ള എനർജിയൊക്കെ നമുക്കിവിടെ വരുന്നുണ്ട്. പക്ഷെ ഇപ്പോൾ നോ കോണ്ടാക്റ്റ് ആയതായിട്ട് കാണുന്നുണ്ട്. അതിനുശേഷം ചെറിയൊരു ചേഞ്ച് ആൾക്ക് വന്നിട്ടുണ്ട്. അതാണ് കാണുന്നത് കേട്ടോ. പക്ഷെ ഇപ്പോഴത്തെ ഒരു എനർജി നോക്കുമ്പോൾ ഈ ഫൂളാണ് കിട്ടിയത്. ആൾക്ക് ഒരു റിയൂണിയനൊക്കെ ആഗ്രഹിക്കുന്നുണ്ട് നിങ്ങളുമായിട്ട്, ഒരു റീകൺസിലേഷനൊക്കെ ആഗ്രഹിക്കുന്നതായിട്ടാണ് കാണുന്നത് ഈ വ്യക്തി. പക്ഷെ നിങ്ങളുടെ എനർജിയിൽ നിങ്ങൾക്ക് സ്റ്റക്കാണ്. നിങ്ങൾക്ക് എന്ത് ചെയ്യണമെന്ന് അറിയുന്നില്ല. ഇടയ്ക്ക് ഇറങ്ങി പോകണമെന്നുള്ളൊരു ചിന്തയുണ്ട്. തീരുമാനം എടുക്കാനും പറ്റുന്നില്ല, എടുക്കാതിരിക്കാനും പറ്റുന്നില്ല. എന്നാൽ ഈ ഒരു വ്യക്തി നിങ്ങളുടെ ലൈഫിൽ വേണമെന്ന് തന്നെ ഉദ്ദേശം. പക്ഷെ ഇടയ്ക്ക് ഇതൊക്കെ സഹികെട്ടൊരവസ്ഥ, മതിയായൊരവസ്ഥ. ചിലപ്പോൾ നിങ്ങൾ അത്രയും വഴക്ക് നടക്കാനുള്ള സാധ്യതയൊക്കെ ഉണ്ട് കേട്ടോ. ബ്ലോക്കൊക്കെ നടക്കാനുള്ള സാധ്യതയുണ്ട് ഈ ബന്ധത്തിൽ.
അതുപോലെ സാധ്യതയുണ്ട്. ബ്ലോക്ക് ആണെങ്കിൽ അല്ലെങ്കിൽ ശരി, ഇതിൽ ഇങ്ങനെയാണ് കാണിക്കുന്നത് കേട്ടോ. അപ്പോൾ നിങ്ങൾ ഇപ്പോഴത്തെ ഒരു അവസ്ഥ എന്ന് പറയുന്നത് നിങ്ങളുടെ കരിയറിലൊക്കെ നിങ്ങൾ ഫോക്കസ് കൊടുക്കുന്നതായിട്ടാണ് കാണുന്നത്. കാരണം നിങ്ങൾക്ക് മതിയായി, അത്രത്തോളം മതിയായി ഇപ്പോൾ. അപ്പോൾ അതാണ് കാണുന്നത്. ഒരു ക്ലാരിറ്റി നിങ്ങൾക്ക് വേണം, ആ ഒരു ഇതിലാണുള്ളത്. അതുകൊണ്ട് തന്നെ നിങ്ങളിപ്പം ഇയാളുടെ കാര്യത്തിലാണ് നിങ്ങൾ ഒരു സ്റ്റക്ക് ആവുന്നത്, അല്ല നിങ്ങളുടെ എനർജിയിൽ നിങ്ങൾ സ്റ്റക്ക് ആവുന്നില്ല. ഇയാളുടെ കാര്യം വരുമ്പോൾ നിങ്ങൾക്ക് സ്റ്റക്ക്, അവിടെയാണ് നിങ്ങൾക്ക് തീരുമാനം എടുക്കാനൊന്നും പറ്റാത്തത്. അപ്പോൾ ഈ ഒരു റീഡിങ്, പക്ഷേ ഇവിടെ പറയുകയാണെങ്കിൽ ഈ വ്യക്തി ആളിപ്പോൾ ഒരു റിയൂണിയനൊക്കെ ആഗ്രഹിക്കുന്നുണ്ട് കേട്ടോ. നിങ്ങളിപ്പോൾ തമ്മിലിപ്പോൾ നോ കോണ്ടാക്റ്റൊക്കെയാണ്, ബ്ലോക്കൊക്കെ ആണെങ്കിൽ ആൾ ബ്ലോക്ക് മാറ്റാനുള്ള സാധ്യതയൊക്കെ ഉണ്ട് കേട്ടോ. പക്ഷെ അവരുടെ ഇയാളെന്ന് പറയുന്നത് ആളുടെ ഫാമിലിക്കാണ്, ആളുടെ ഫാമിലി ഇല്ലതുകൊണ്ടായിരിക്കാം ആൾക്ക് കുറച്ച് എന്തൊക്കെയോ കാര്യങ്ങൾ ആൾ മറച്ചു വെക്കുന്നുണ്ട്. പക്ഷേ ഈ വ്യക്തിയുടെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ആൾ അങ്ങനെ എല്ലാം നിങ്ങളുടെ അടുത്ത് വിട്ട് പറയുന്ന ഒരു കൂട്ടത്തിലല്ല കേട്ടോ. ഈ വ്യക്തി തുറന്ന് പറയുന്ന ഒരു സ്വഭാവം ഈ വ്യക്തിക്കില്ല. ആൾ എന്തൊക്കെയോ കാര്യങ്ങൾ മറിച്ച്, ഇപ്പോൾ അവരുടെ പ്രശ്നങ്ങളൊന്നും അവർ എല്ലാം നിങ്ങളടുത്ത് പറയണമെന്നില്ല. ഇയാളുടെ ഫാമിലി പ്രശ്നമായാലും അതൊന്നും നിങ്ങളടുത്ത് പറയില്ല. നിങ്ങളടുത്ത് നിങ്ങളുടെ കാര്യം മാത്രമേ പറയൂ. അങ്ങനെയുള്ള ഒരു വ്യക്തി. പക്ഷെ എപ്പോഴെങ്കിലും ഒന്ന് മൂഡുണ്ടെങ്കിൽ മാത്രം എപ്പോഴെങ്കിലും നിങ്ങളടുത്ത് പറഞ്ഞേക്കാം ആൾ. പക്ഷെ എല്ലാ ടൈമും അങ്ങനെ ഓപ്പൺ മൈൻഡല്ല ഇയാളുടെ കേട്ടോ. ആ ഒരു സ്ഥിതിയാണ് എനിക്കിവിടെ കാണാം. എന്നാൽ നിങ്ങൾ അരികിലേക്ക് വരുന്ന സമയത്ത് ഭയങ്കര സ്നേഹത്തോടെ ആൾ വരും. ആ സമയത്ത് നിങ്ങൾക്ക് തന്നെ ഒരു അത്ഭുതം വരും. ഇത് ചേഞ്ചാണ് ഇയാളുടെ മൊത്തം എനിക്കിവിടെ കാണുന്നത്. ഇടയ്ക്കിടയ്ക്ക് ഇയാൾ ചേഞ്ച് ആവുന്നുണ്ട്. ഒരു ദിവസം നല്ലതാണെങ്കിൽ ഒരു ദിവസം ആൾ വേറെ തന്നെ ഒരു മൈൻഡാണ് ആളുടെ. ഇതൊക്കെയാണ് കാണുന്നത് കേട്ടോ. പക്ഷെ ഇപ്പോൾ കുറച്ച് മാറ്റമുണ്ട് ആളുടെ. നോക്കുന്ന സമയത്ത് ആൾക്ക് ചെറിയൊരു മാറ്റമുണ്ട്. അത് പോകാനും സാധ്യതയുണ്ട് ആ മാറ്റം. അങ്ങനെ ഇടയ്ക്കിടയ്ക്ക് നിങ്ങൾക്കറിയാമല്ലോ ഈ വ്യക്തിക്ക് ഇടയ്ക്ക് നല്ല മാറ്റം വരും, പിന്നെ അതേപോലെ ആളിങ്ങനെ ഡൗൺ ആവും. അങ്ങനെയുള്ള ഒരു അങ്ങനെയുള്ള ഒരു എനർജി എനിക്കിവിടെ കാണാൻ സാധിക്കുന്നത് കേട്ടോ നിങ്ങളുടെ വ്യക്തിൻ്റെ. അപ്പോൾ ഈ റീഡിങ് ആർക്കൊക്കെ കണക്റ്റ് ആവുമെന്ന് അറിയാനായിട്ട് നമുക്ക് കുറച്ച് ക്ലൂസ് എടുത്ത് നോക്കാം. അപ്പം ബ്ലോക്കെല്ലാം ആക്കിയിട്ടുണ്ടെങ്കിൽ ആൾ ബ്ലോക്കൊക്കെ മാറ്റും. എനിക്ക് ഈ എനർജി കണ്ടിട്ട് ഇപ്പോൾ നിങ്ങൾ ഇതിൽ നിന്ന് പുറത്ത് കിടക്കേണ്ട ഒരു എനർജിയിലാണ് ഉള്ളത് കേട്ടോ. ആളെക്കാൾ നിങ്ങൾക്ക് മതിയായ ഒരു അവസ്ഥയാണ് എനിക്കിവിടെ ഈ റീഡിങ്, ഇവിടുത്തെ എനർജി എനിക്ക് കാണുന്ന സമയത്ത് എനിക്ക് അങ്ങനെയാണ് ഫീൽ ചെയ്യുന്നത്. കാരണം നിങ്ങളുടെ എനർജിയിൽ മൊത്തം മതിയായ ഒരു അവസ്ഥ, സഹി കെട്ടു നിങ്ങൾ അത്രത്തോളം. ഇതാർക്കൊക്കെ കണക്റ്റ് ആവാനായിട്ട് കുറച്ച് ക്ലൂസ് എടുത്ത് നോക്കാം. ഇതെല്ലാവർക്കും ഈ ഒരു റീഡിങ് കണക്റ്റ് ആവണമെന്നില്ല. അപ്പോൾ നമുക്ക് ഈ റീഡിങ് വന്നതുപോലെയല്ലേ പറയാൻ പറ്റൂ. അപ്പോൾ അതുകൊണ്ട് എല്ലാവർക്കും ഇത് കണക്റ്റ് ആവില്ല. അപ്പോൾ കണക്റ്റ് ആവുന്നവർ മാത്രം ഇതെടുക്കുക, ബാക്കിയുള്ളവരൊക്കെ വിട്ടേക്കാം കേട്ടോ. കണക്റ്റ് ആവാത്ത കാര്യങ്ങളൊന്നും എടുക്കണ്ട. അത് നിങ്ങൾക്കുള്ള റീഡിങ് എല്ലാം എന്ന് മനസ്സിലാക്കാം. ജൂൺ മാസം, ലോങ് ഹെയർ, പാലക്കാട്, കോഴിക്കോട്, ലെറ്റർ എ ആണ്, വൈറ്റ് ബട്ടർഫ്ലൈസ്, അനിഴം, ഭരണി, ജെ ആണ്, ലെറ്റർ ജെ, ബ്യൂട്ടീഷ്യൻ, റിയൂണിയൻ, വൈറ്റ് കളർ, 28 സെപ്റ്റംബർ, പർപ്പിൾ കളർ. ഇതൊക്കെയാണ് ക്ലോസ് ആയിട്ട് കിട്ടിയിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു റീഡിങ് നിങ്ങൾക്ക് കണക്റ്റ് ചെയ്യാൻ സാധിക്കുന്നെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ കമൻറ്റ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ പുതിയൊരു റീഡിങ്ങുമായി വീണ്ടും കാണാം. താങ്ക്